എന്റെ അമ്മേ. പ്രേമം പ്രേമം എന്ന് പറഞ്ഞ് എന്റെ പുറകെ തെണ്ടി നടക്കുന്ന നിങ്ങളുടെ മകളുണ്ടല്ലോ, അവളും ഇരട്ട പ്രസവിക്കും. ഞാനതല്ല ഉദ്ദേശിച്ചത്. ചന്ദ്രേട്ടൻ അത് തന്നെ അത് ഉദ്ദേശിച്ചത്. നേരിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്താനാ ഞങ്ങൾ വന്നത്. ദേ, ചന്ദ്രേട്ടൻ വെറുമ്പാക്ക് പറയാറില്ല. ഇരട്ട പ്രസവിക്കും പറഞ്ഞ പെറ്റിരിക്കും. ദേ, ഇവളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. നീ വന്ന് വണ്ടി കയറി വന്ന് കേറ് വാ. സത്യത്തിൽ ഞാൻ അതല്ല ചന്ദ്രേട്ടൻ അത് തന്നെ ഉദ്ദേശിച്ചത്. എന്റെ ഭാഗ്യം. വന്നേ. മാറിക്കേ. ഗർഭരക്ഷ പ്രസവിക്കും പ്രസവിച്ചിരിക്കൂട്ടാ. ഒരു സാമാന്യ മര്യാദയില്ല നിനക്ക്. ഒരു വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, ഇരട്ട പ്രസവിക്കുന്നൊക്കെ. കുറച്ചു കൂടി പോയല്ലേ? പിന്നല്ലാതെ സിംഗിൾ മതിയായിരുന്നു. ഒറ്റ പ്രസവിക്കൂട്ടാ. നീ വണ്ടി കയറി. അവര് കുറച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ വന്നത്. എടുക്കണ വണ്ടി. അതെ, ടീച്ചർ പറഞ്ഞല്ലോ അച്ഛൻ ടീച്ചറെ കല്യാണം കഴിച്ചാ പിറ്റേ കൊല്ലം എനിക്കൊരു അനിയനെ തരാന്ന്. അപ്പൊ അവൾ അതും പറഞ്ഞോ? എങ്ങനെ പറയാതിരിക്കും? ജയബാല, ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഒറ്റ വഴിയുള്ള ചന്ദ്രേട്ടാ, വാസക്ടമി. വാസക്ടമി? അതെന്താ? വന്ധ്യകരണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൊച്ചുങ്ങൾ ഉണ്ടാവും എന്നുള്ള പേടിയുണ്ടല്ലോ. ഗുഡ് നൈറ്റ്. എന്തൊരു കഷ്ടമാണ് ദൈവം ഇത്. ഈ വന്ധ്യകരണം എന്ന് പറഞ്ഞാ ഒന്നും മിണ്ടാതെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഗുഡ് നൈറ്റ്. അല്ല പിന്നെ വാസക്ടമി പിണ്ണാക്ക് ഞാനുണ്ടാക്കിയതാ. അസലായിരുന്നു. നീ വന്നേ മോനെ, ഇവിടെ ഇരുന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് പഠിക്കേ. നമ്മളെ പാവങ്ങൾക്ക് തലമുറകളായിട്ട് ചെയ്തു വരുന്നൊരു സേവനം അത്. ഇതൊക്കെ ഒന്ന് കണ്ട് പഠിക്കേ. ബ്രാൻഡി കണ്ണിൽ ഒഴിക്കാറുണ്ടോ? അച്ഛാ ഇതെന്താ? ഇത് ശതാവരിയുടെ വേരാ. ഇറങ്ങിക്കോ. നീ ഇവിടെ നിന്നാ മതിയേ. കുടിക്കാനാണോ? അയ്യോ അല്ലല്ല, തേക്കാനാ. ദൈവമേ, ആ വിചാരം മാത്രമേ ഉള്ളൂ. അടുത്ത ആള് വരട്ടെ. എന്താ സുഖം? പ്രേമം. പ്രമേഹം. അതിന് മധുരത്തിന് കുറച്ചാ മതി. ചെല്ല് ചെല്ല് ചെല്ല്. പറ്റണ്ടേ? എനിക്ക് എനിക്ക് ചൂടാവല്ലേ വൈദ്യരെ. ദാ ഈ മുറിവ് കണ്ടോ? എന്താ ഇത്? ഇന്നലെ ചന്ദ്രേട്ടൻ ഉണ്ടാക്കി തന്നതാ. ഇതൊരിക്കലും ഉണങ്ങരുത്. നീര് നീര് ഇങ്ങനെ നിക്കണം. അതിനെ പറ്റിയ മരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരുമോ? ഉണ്ടോ ഉണങ്ങാൻ? സത്യം പറ, നിനക്ക് വട്ടുണ്ടോ? പ്രേമം ഒരു തരത്തിൽ വട്ട് തന്നെയല്ലേ ചന്ദ്രേട്ടാ? അത് മനസ്സിലാക്കണമെങ്കിൽ ഉള്ളിൽ ഹൃദയം എന്ന് പറയുന്ന സാധനം വേണം. അതില്ലാത്തവർക്ക് അത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിട്ടാ വൈദ്യരെ കാണാൻ വന്നത്. നീ എന്താ അവിടെ നോക്കിയിരിക്കുന്നത്? അച്ഛനല്ലേ പറഞ്ഞത് ഇതൊക്കെ കണ്ടുപിടിക്കാൻ. ഇതൊക്കെ കണ്ടുപിടിച്ചാൽ നിന്റെ ഉള്ള ജീവിതം പോകും. പോർന്ന് തരട്ടെ. എന്ത്? എങ്ങനെയുണ്ട്? നേരത്തെ വൃത്തിയോട് മാറി. ജയബാല, നീ പോയി വണ്ടി തിരിച്ചിട്ട് പോ പോ പോ. എങ്ങനെയുണ്ടാ മക്കളെ? നന്നായിട്ടുണ്ട്. ഇനി ഇത് മതി നാട്ടിലും വേഷം. അത് അച്ഛാ, ഇതാണ് മാത്തൻ സാർ പറഞ്ഞ സൈക്കിളിന്റെ പടം. ഓക്കേ, വാ. ജയബാല, ഈ സൈക്കിൾ കടയുടെ അഡ്രസ് എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? എടുത്തിട്ടുണ്ട്. സ്ഥലത്തിന്റെ പേര് മദിരാശി എന്നല്ലേ? പിന്നല്ലാതെ സ്ഥലത്തിന്റെ പേര് തന്നെ കടയ്ക്കും. ഓക്കെ അപ്പു, അപ്പൊ പോയിട്ട് വരാം. വൈകിട്ട് കാണാം വിത്ത് സൈക്കിള്. ജാനേമി കൊല്ലം കൊണ്ടിരുന്നോ? ഒരു ഭംഗിക്ക് ചോദിച്ചെന്നേ ഉള്ളൂ. ഒന്നും എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട. പോടാ അവിടുന്ന്. എനിക്കൊന്നും വേണ്ട. നിങ്ങൾ നേരത്തെ ഇങ്ങ് എത്തിയാ മതി. ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടാ വണ്ടി ഒന്ന് നിർത്തിക്കേ. ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടാ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ടീച്ചറല്ലേ പിന്നില്? എന്റെ അമ്മേ, ഈ സാധനം പുറകിലുണ്ടായിരുന്നോ? ചന്ദ്രേട്ടാ വണ്ടി ഒന്ന് നിർത്തിക്കേ. നിർത്തണ്ട, കത്തിച്ചു വിട്ടോ. എല്ലാ അത്യാവശ്യ കാര്യം പറയാനാണെങ്കിൽ ഇതിനെന്ത് അത്യാവശ്യം? ഒരു അത്യാവശ്യമില്ല. നീ വേഗം വണ്ടി വിടും. ജയബാല, വണ്ടി നിർത്താൻ. ശവം. ചന്ദ്രേട്ട ഒരു അത്യാവശ്യ കാര്യം പറയാനാ. അല്ല, സ്പീഡിൽ പോയിട്ട് ടീച്ചറും എല്ലാം അപകടത്തിൽപ്പെട്ടാലോ? അപകടത്തിൽപ്പെടാനോ? ഇവളോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലേ ഈ ജീപ്പ് ഞാൻ നിനക്ക് തന്നേക്കാം. എന്നാ പിന്നെ എന്റെ മൊബൈൽ നമ്പർ കട്ട് ചെയ്തിട്ട് വർക്ക്ഷോപ്പിലെ നമ്പർ എല്ലാവർക്കും കൊടുത്തേക്കല്ലേ? അതെന്തിന്? പിന്നെ ഞാൻ ഫുൾ ടൈം വർക്ക്ഷോപ്പിലായിരിക്കുമല്ലോ. അത്രക്ക് ബെസ്റ്റ് വണ്ടിയാണല്ലോ ചന്ദ്രൻ എനിക്ക് തരുന്നത്. ഹലോ ഹലോ ഹലോ, കിട്ടില്ലടാ. നീ എവിടെ തപ്പി നടന്നാലും ഇതുപോലൊരു വണ്ടി കാണാൻ കിട്ടില്ല. വണ്ടി കാണാത്ത കാര്യം നിൽക്കട്ടെ, ടീച്ചറെ കാണാനല്ലോ. ഈശ്വര, പാടത്തെങ്ങാനും വീണോ? സന്തോഷായി. ഇനി സുഖമായിട്ട് വിട്ടോ. പിന്നെ ടീച്ചർ എന്തൊക്കെ മോഹങ്ങളായിരുന്നു മനസ്സിൽ. പാടത്ത് വീണു, കാലൊടിഞ്ഞു. ഞാനൊരു ഷോർട്ട് കട്ട് വഴി ഇങ്ങ് കേറി. അല്ല, മദ്രാശിക്ക് പോകുന്ന കേട്ടു. ആണെങ്കി
വരുമ്പോ എനിക്ക് അവിടെ നിന്ന് ഒരു സാധനം വാങ്ങിച്ചു കൊണ്ടുവരുമോ? എന്താണാവോ? ഒരു താലി. ജയബാല വണ്ടി എടുത്തേ. വെറുതെ വേണ്ട, കാശ് തരാം. ജയബാല ചന്ദ്രേട്ടാ, ഇതിനുള്ള മറുപടി ചന്ദ്രേട്ടനല്ല പറയാൻ പോകുന്നത്, ഞാനാ പറയാൻ പോകുന്നത്. ടീച്ചറെ ഒരു സെക്കൻഡ് ഇങ്ങ് വന്നേ. കാശ് ആരും കാണാതെ ഈ പോക്കറ്റിലേക്ക് വെച്ചേക്ക്. താലിയുടെ കാര്യം ഞാൻ അയ്യടാ, എന്റെ കാശ് അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണല്ലേ? അത് വേണ്ട, എനിക്ക് വിശ്വാസമില്ലെന്ന്. വെറുതെ അല്ല ടീച്ചറിന്റെ ആഗ്രഹം നടക്കാത്ത. ഇയാൾക്ക് കാശ് തന്നിട്ട് എന്റെ ആഗ്രഹം നടക്കണം. എന്നാ പോ. ഒന്ന് ക്ലിയർ ആയിട്ട് കേട്ടില്ലല്ലോ. നീ എന്താ അവളോട് പറഞ്ഞത്? മേലിൽ ഇമാരി ഐറ്റംസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ മാറ്റം ശരിക്കും ശരിക്കും മേലിൽ സ്ത്രീകളോട് ഇത്രയും മോശമായിട്ട് സംസാരിക്കരുത്. പോവാം. പോവാം. വഴിന് മാറി. ചന്ദ്രേട്ടാ, മൈ ബെസ്റ്റ് വിഷസ് ഫോർ യു മദ്രാശി ട്രിപ്പ്. ഉമ്മ. നിന്റെ അച്ഛനോട് കൊടുക്കടി. നീ നോക്കിക്കോ, ചന്ദ്രേട്ട മദ്രാശിന്ന് വരുന്നത് എന്റെ കഴുത്തി കെട്ടാനുള്ള താലിയും കൊണ്ടായി. ഉറപ്പാ. ജയബാല, ഇത് കേരളമല്ല, തമിഴ്നാടാണ്. അറിയാം. ഒന്ന് ചോദിച്ചിട്ട് പോണതിൽ തെറ്റില്ല. നിർത്ത്. എടുക്ക് പുറകിലേക്ക്. എപ്പോഴും ചോദിച്ചിട്ട് പോകുന്നതാണ് അതിന്റെ ശരി. അണ്ണേ, മദിരാശി. ഹലോ, മദിരാശിക്കുള്ള അന്ത ഊര് അണ്ണ എന്താ ഒന്ന് പറയുന്ന കേക്കുക. ഹലോ, അണ്ണേ, മദിരാശിക്ക് ഏത് വഴിയാ പോകേണ്ടത്? കേറ്. ഓ, കുരിശായല്ല ചന്ദ്രേട്ടാ അത്. അങ്ങനെ പറയല്ലേ. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സഹായിക്കുന്നുണ്ട്, അങ്ങനെ വലിയ തെറ്റൊന്നുമില്ല. നീ വണ്ടി എടുക്കടാ. എന്തൊരു കഷ്ടമാണ്. ஹலோ இங்க வா. எവിടെ மதுராசி? அங்க நாங்க வண்டி ஏறின இடம் இருக்குல்ல, அதுக்கு அடுத்த ஜங்ஷன் தான் மദ്രാസി. ഓഹോ, എല്ലാരും കൂടി ചേർന്ന് ഞങ്ങളെ പറ്റിക്കായിരുന്നു അല്ലേ? നീതാ പറ്റി. ആര് പറ്റി? നീതാ. என்ன அங்க அறுத்து 2 நொங்கையா அறுத்துருவேன். போயா இங்க வந்து யாருகிட்ட வாங்க மாப்பிள்ளைகளா എന്താ ചെയ്താൻ പറഞ്ഞു? അല്ല, ഈ മദ്രാശി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കേറിയില്ലേ, അതിന്റെ അടുത്ത് തന്നെയായിരുന്നു. എന്തായിരുന്നു, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സഹായിക്കണം. ഇങ്ങനെ സഹായിക്കുമ്പോ ഇതുപോലുള്ള പറ്റിപ്പും പറ്റും. ശങ്കരത്തിന് തന്നെ 2 നൊങ്ക് കേറ് വണ്ടിയില്. ഹലോ, വേണ്ട. ഒന്നുമില്ല, വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ. ഒന്നും പ്രശ്നം ഇല്ലണ്ണേ, വണ്ടി ഇപ്പൊ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്, അവരോടൊന്ന് ചോദിച്ചിട്ട് പോ. നീ വണ്ടി അവിടെ നിർത്തി. ഇനി വേണോ? ചോദിക്കുന്നതിന് ഒരു പ്രത്യേക നാക്കുണ്ട്. അതെങ്ങനെ? അതെങ്ങനെയാണെന്ന് നീ ഇതാ നേരിട്ട് കണ്ടോ. അണ്ണ വണക്കം. வணக்கம். இந்த മദിരാശിക്ക് ചുമ്മാ വഴി ചോദിക്കുന്നതിന് മുമ്പ് അണ്ണ മദിരാശിക്ക് എന്താ വഴിയാ പോണെന്നാ ചോദിച്ചത്. മദ്രാസിയാ? இப்படி നേരെ പോ. ഇവനെ അങ്ങ് പൂർണ്ണമായി വിശ്വസിക്കാൻ നിവൃത്തിയില്ല. ഇവൻ അങ്ങോട്ടൊന്നും പറഞ്ഞു ഇങ്ങോട്ടാണെങ്കിലും. അണ്ണ ഒരു നിമിഷം അണ്ണ, இந்த மதிராசிக்கு எந்த வழியா போனோம்? இந்த சைக்கிள் எல்லாம் வாங்குற இடம் ஒரு தெருவு, அதுக்கு இந்த வழியா போனோமா இந்த வழியா போனோமா? நான் தான் உங்ககிட்ட நேரா போகணும்னு சொன்னல, அப்புறம் என்ன அவர்கிட்ட கேட்டுட்டு இருக்க? அதுக்கு இல்லனே, நான் வந்து அப்ப ஏன் மேல நம்பிக்கை இல்லையா? அப்படியா? எப்படியா? முதல்ல அவங்கிட்ட கேட்ட, இரண்டாவது என்கிட்ட கேக்குற, மூணாவது அங்க கேப்ப. எங்கே? நாலாவது நாய்கிட்ட கேப்ப. இவன் ஆருடா? எல்லாம் பார்த்தா உனக்கு பைத்தியம் மாதிரி தெரியுதா? ചന്ദ്രേട്ടാ, കാലിലേക്ക് നോക്ക്, കാലിലേക്ക് നോക്ക്, കാലിലേക്ക് നോക്ക്. എന്താ? ഇയാളുടെ കാലിലേക്ക് നോക്ക്. என்ன கேள்வி கேக்குறீங்க? ஹை தங்கிடக்கா, ஹை ஹை தங்கிடக்கா, ஹை 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 தங்கிடக்கா, அடிக்கடா அவரை. ഒരു കാര്യമില്ല, പോലീസ്. ഞാൻ പറയാം. மேடம், நான் என்ன சொல்றேன்
തമിഴില് സംസാരിച്ച് ഭാഷ അപമാനിക്കണ്ട. മലയാളത്തിൽ പറഞ്ഞാ മതി, എനിക്ക് മനസ്സിലാവും. ഭാഗ്യം മലയാളിയാ മാഡം. വേറെ ഒന്നുമില്ല, ഞങ്ങളൊരു വഴി അന്വേഷിച്ചു വന്നപ്പോ ദാ ആദ്യം ഇയാളോട് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞില്ലേ? പറഞ്ഞു തന്നു. എന്നിട്ട് ആ സംശയം തീർക്കാൻ വേണ്ടി ദാ ഇദ്ദേഹത്തോടും കൂടി ഒന്ന് ചോദിച്ചു. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഓ, ഒരാളോട് ചോദിച്ചറിഞ്ഞ വഴി വേറൊരാളോട് ചോദിക്കുന്നതിൽ തെറ്റില്ല. കേരളത്തില് ഇത് സ്ഥലം വേറെ. വാ. എങ്ങോട്ട്? യോ വായാ. ഏയ്, ദേ, ദേ. ഒരു 500 രൂപ കൊടു. എന്തിന്? കൊടുന്ന് സൊല്ലു. അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ തടിയും കൊണ്ട് പോണമെങ്കിൽ മതി. തെറ്റ് ചെയ്യാത്തത് കൊണ്ട് 500 രൂപ, അല്ലെങ്കിൽ 1000 രൂപയായനെ. ആ, എല്ലാരും പോങ്ക 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 പോങ്ക. യോ, പോയാ. പോങ്ക പോങ്ക. അപ്പുറം പാക്കലാം. അപ്പനെ പോക്കാനാ? വെറുതെ നോക്കിട്ട് വരണം. ഇതെന്ത് നാടിത്? കംപ്ലീറ്റ് ഉടായ്പകളാണല്ലോ. കൊടിയേറ്റിന് ഇങ്ങനെയാണെങ്കിൽ ആറാട്ടിന് എന്തായിരിക്കും?